വരത്തിൻ്റെ ഷൂട്ടിനിടയ്ക്ക് ഷൂട്ടില്ലാത്ത ഒരു ദിവസം സിഗരറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പുറത്തോട്ട് പോയി വണ്ടി എടുത്തിട്ട്. അപ്പം ഇദ്ദേഹം എതിരെ ഓപ്പോസിറ്റ് വരികയാണ്, ജ്യോതിർമയുണ്ട്. കൈ കാണിച്ച് വണ്ടി എടുത്ത് എവിടെ പോകുന്നു? ഞാൻ സിഗരറ്റ് വാങ്ങിക്കാൻ ഇറങ്ങി. റിസോർട്ടിൽ ഇരുന്നാൽ മതി, സിഗരറ്റ് അവിടെ എത്തും, ഏതാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും ഇന്നിപ്പോൾ ഇറങ്ങി, ഞാൻ ഇന്നിപ്പോൾ ഇറങ്ങി വാങ്ങിച്ചിട്ട് ഞാൻ പോവാം. പിറ്റേ ദിവസം സെറ്റ് വെച്ച് കാണുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് സിഗരറ്റ് വാങ്ങിക്കാനൊന്നും വെളിയിൽ പോകണ്ട, എന്ത് വേണമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുതരും. ഞാൻ പറഞ്ഞാൽ അതല്ല, ഈ പുറത്തിറങ്ങാന്ന് പറയുന്നിടത്ത് നമ്മൾ സിഗരറ്റ് വാങ്ങിച്ച് ജംഗ്ഷനിൽ പോയി നിന്നൊരു ചായ കുടിച്ചു. അങ്ങനെ ഒരു നമ്മുടെ ഒരു ശീലമുണ്ടല്ലോ, അതുകൂടെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. സാമൂഹ്യ ജീവിയായിരുന്നു. ചുമ്മാ അതിനകത്ത് റിസോർട്ട് കയറി അടങ്ങിയിരുന്നത്. അത് 3 സെറ്റിലും എൻ്റെ അടുത്ത് അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. വിഷുവയുടെ സെറ്റിലും അത്തരത്തിൽ തന്നെ ആയിരുന്നു. എൻ്റെ കാര്യങ്ങൾ പ്രത്യേകം എന്തോ എനിക്ക് എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞില്ല. ഞാനത് അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ നല്ല സൗഹൃദമുണ്ട്. അത് ബോവനയുടെ സെറ്റ് ഒരിക്കലും ഞാൻ ചോദിച്ചായിരുന്നു. ഞാൻ പിന്നെ സെറ്റിൽ അല്ലെങ്കിൽ അല്ല അമൽ സാറേ എന്ന് വിളിക്കുന്നു. എന്നെക്കാളും വളരെ പ്രായം കുറവാണ്. എനിക്ക് വേണമെങ്കിൽ അമൽ നീരജ് എന്ന് വിളിക്കാം, അമലിന് വേണമെങ്കിൽ എന്നെ നിസ്താറ എന്ന് വിളിക്കാം. പക്ഷെ എന്നെ നിസ്താർക്കാന്നാണ് വിളിക്കുന്നത്. ഈ സൗഹൃദത്തിൻ്റെ ഒരു എന്തെങ്കിലും ഒരു കാരണം പറയാനുണ്ടോ? ഇത് തന്നെയാണ് നിസ്താർക്ക് ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്. അത് അമൽ എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള പ്രായ വ്യത്യാസമുള്ള എന്നെ നിസ്താർക്ക് അമൽ നീരജ എന്ന് വിളിക്കും, അല്ല അമൽ സാറേ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ നിസ്താറേ എന്ന് വിളിക്കാതെ നിസ്താർക്കാന്ന് വിളിക്കുന്നു. പിന്നെ ഒന്ന്, നിങ്ങളെനിക്ക് സെറ്റിൽ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ല. എങ്ങനെ ചെയ്യണോ, ഏത് ചെയ്യണോ, ഏത് അളവ് ചെയ്യണമെന്ന് ഞാൻ ഇതുവരെ 3 സിനിമയ്ക്കൊന്നും പറഞ്ഞു തരേണ്ടി വന്നിട്ടില്ല. പിന്നെ ഒന്ന്, സെറ്റിലിന് പുറത്തും നിങ്ങളെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഞാൻ ഈ ആർട്ടിസ്റ്റുകളുടെയും മറ്റാളുകളുടെ എല്ലാം നുണ കേൾക്കും, അവിടെ പോയി ഇവിടെ പോയി. നിങ്ങൾ ഷൂട്ടില്ലെങ്കിൽ പുറത്ത് പോകാറില്ല. ഇല്ല, അധികമല്ല, ഇതുപോലെ സിഗരറ്റ് വാങ്ങിക്കാൻ അങ്ങനെ ഇറങ്ങിയത്. അത് തന്നെയാണ് എൻ്റെ കാരണം. നിങ്ങളെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല.